ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് പൈസ വരും എന്നുള്ളതാണ്. പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുടങ്ങിയെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടാൻ തുടങ്ങുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ തീർച്ചയായും നിങ്ങളതിന് തുടക്കം കുറിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിളാകാൻ പറ്റിയൊരു കാര്യം, അതിപ്പോൾ ഒരു ജോലിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു വീടോ വാഹനമോ അങ്ങനെയൊക്കെ ചിലപ്പോൾ വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈ പ്രിസ്റ്റസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾക്ക് ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴോ അങ്ങനെയൊക്കെ നിങ്ങൾ പാസ്റ്റിൽ ചോദിച്ചിരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം ഈ ഒരു സമയം ഒരു ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അതിനെക്കുറിച്ചൊരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും ഒരു മെസ്സേജിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാം. അതായത് അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്കൊരു യൂട്യൂബ് വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിയലോ ഒക്കെ നിങ്ങൾക്ക് അയക്കുന്നതിൽ നിന്നാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികാട്ടി നിങ്ങളുടെ സോള് തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വെറും തോന്നലുകളായി അവഗണിക്കാതിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് നിങ്ങൾക്ക് ഇതിൽ നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അതിന് സാധിക്കാത്തവർ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ സമയം അതിനുവേണ്ടി ഒന്ന് മാറ്റിവെക്കുക. മാത്രമല്ല നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുന്ന ഇൻറ്റ്യൂഷൻസ് നിങ്ങൾ പൂർണ്ണമായും ഈ ഒരു സമയം വിശ്വസിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് അത് ഡിവൈൻ കാണിച്ചു തരുന്നു എന്നുള്ളതാണ്
ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. കുറേ പ്രതിബന്ധങ്ങളെല്ലാം നിങ്ങൾ തരണം ചെയ്ത് വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. കുറേ ആൾക്കാർ നിങ്ങളുടെ വിജയത്തിൽ അമ്പരന്ന് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കാരണം അത്രയധികം സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നു വന്ന ശേഷം നിങ്ങൾ അത്രയും വലിയൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. നമ്മളുടെ മുന്നിൽ എത്രമാത്രം തടസ്സങ്ങളുണ്ടെങ്കിലും അത്രയും നമുക്ക് കരുത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. തടസ്സങ്ങളെല്ലാം കരുത്താക്കി മാറ്റാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ തിരിഞ്ഞോടുകയല്ല വേണ്ടത്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഉള്ളതെന്നാണ്. കുറേ ആൾക്കാരും ഈ ഒരു സമയം ഒരു ജയത്തിൻ്റെ എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെ അവഗണിച്ചവരും അല്ലെങ്കിൽ നിങ്ങളെ പിറകിൽ നിന്ന് കുത്തിയവരും നിങ്ങളെ പരിഹസിച്ചവരും ഒക്കെ നിങ്ങളെ കണ്ട് അമ്പരന്ന് പോകുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളിൽ അത്രയും വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. നിങ്ങളുടെ മിത്രങ്ങളായിരിക്കില്ല, ശരിക്കും നിങ്ങളുടെ ശത്രുക്കളായിരിക്കും നിങ്ങളുടെ ശക്തിയും വളർച്ചയും ഒക്കെ ഈ ഒരു സമയം മനസ്സിലാക്കുന്നത് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഒരു ഡെവിൾ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു മുന്നറിയിപ്പുമുണ്ട്. അതായത് നിങ്ങളുടെ ശക്തി മനസ്സിലാക്കി നിങ്ങളെ പിറകോട്ട് വലിക്കാൻ ആരോ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിൽ ചിലപ്പോൾ വാക്കാലോ പ്രവൃത്തിയാലോ ചിലപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ അർത്ഥമാക്കുന്നത് നിങ്ങൾ അത്രയധികം ഇവിടെ ശക്തി സംഭരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ചുറ്റുമുള്ളവരെ അതായത് നിങ്ങൾക്ക് സംശയമുള്ളവരുടെ പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് ഈ ഒരു സമയം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഒരുപോലെയുള്ളവരാകണം എന്നില്ല. പലരും പലതരത്തിലുള്ള എനർജി ലെവൽ ഉള്ളവരാണ്. ചിലപ്പോൾ അസൂയയുള്ളവരുണ്ട്. നമ്മൾ മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവർ ചെയ്യാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെയും നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് അത്രയും നല്ലതായിരിക്കില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഡെവിള് പറയുന്നത്. നിങ്ങളെ ചിലരൊന്ന് മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. നമ്മളുടെ വിജയങ്ങളൊന്നും തൽക്കാലത്തേക്ക് ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ പ്ലാനിങ്ങുകളൊന്നും നമ്മൾ പറയാതിരിക്കുക. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആ ഒരു ആളിനോട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞാൽ പോലും അവരിലൂടെ നിങ്ങൾക്ക് നെഗറ്റീവ് നൽകുന്നവർ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവർ അവർ ആ വാർത്ത കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് തടസ്സങ്ങൾ ഉണ്ടാക്കും എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയം നിങ്ങളുടെ വിക്ടറി ആൻഡ് സക്സസ് ആരോടും പറയാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് നല്ലത് വന്നു ചേർന്നാലും അതിപ്പോൾ ഒരു ജോലിയായാലും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലും ആഗ്രഹിച്ചൊരു യാത്ര പോകുന്ന കാര്യമായാലും അങ്ങനെ എന്തായാലും നിങ്ങൾ ആരോടുമൊന്നും ഈ ഒരു സമയം ഷെയർ ചെയ്യാതെ നിങ്ങളൊന്ന് സൈലൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ വിജയത്തിന് അതാണ് നല്ലതെന്നാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു വിജയിയായി നിൽക്കുന്ന ഭാവമാണ്. അപ്പോൾ നിങ്ങളെ ആരെന്ത് തന്നെ ചെയ്താലും അതൊന്നും നിങ്ങൾക്ക് ഏൽക്കാൻ പോകുന്നില്ല എന്നാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു സമയം
വർദ്ധിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നയൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ മറികടന്ന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നത് അതൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങിയ ഒരു എനർജി കാണുന്നുണ്ട്. അതുമാത്രമല്ല ഇതിലൊരു വെയിറ്റിങ്ങിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. നിങ്ങളിവിടെ ആരെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്തിനോ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചില വ്യക്തികളെ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയാവാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളോട് ഒരു വെയിറ്റിംഗ് എനർജിയിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെയും ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നതായിരിക്കാം. അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊരു പ്ലാനിങ് ഈ സമയം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഫിനാൻസിനെയൊക്കെ സംബന്ധിച്ച് ഒരു കരുതലുണ്ടായിരിക്കും എന്നാണ്. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അത്തരത്തിൽ ചിലത് പഠിക്കുന്നുണ്ട്. ശരിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റൊക്കെ കിട്ടുന്ന ഒരു എനർജിയും ഈ സമയം കാണുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കപ്പെടാതിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസ് അതൊക്കെ നിങ്ങൾ മറികടന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളൊക്കെ മാറ്റി നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ചില ചിന്തകൾ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ, അതായത് നമ്മൾ തന്നെ ചെറുതാക്കി കാണിക്കുന്ന ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങേണ്ട ഒരു സമയമാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ്സ് അത് നിങ്ങൾ വിട്ടുകളയണം. മാത്രമല്ല ഈ സമയം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ തീവ്രമായൊരു പ്രണയം നിങ്ങൾക്ക് ആരോടോ തോന്നുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അങ്ങനെ ഒരു പ്രണയം തോന്നുന്ന ഒരു എനർജിയാണ്. ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് നിയന്ത്രിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു കാര്യം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അത്രമാത്രം ഒരു ഇൻറ്റിമസി നിങ്ങൾക്ക് ചില വ്യക്തികളോട് ഈ സമയം തോന്നാം. ചിലപ്പോൾ ഇത് വേറെ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങളോട് ഒരു ഫിസിക്കൽ അട്രാക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റിമസിയും ഒക്കെ തോന്നാനും സാധ്യതയുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ വളരെ സ്നേഹത്തോടെ ഒരുപാട് പ്രതീക്ഷകളോടെ ഇവിടെ നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്ലാനിങ് നടത്തുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോകാനായിട്ട് ഒരു പ്ലാനിങ് നടത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും എക്സാം എഴുതി നിങ്ങൾ കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
അതിൻ്റെ ഒരു റിസൾട്ട് കാത്തിരിക്കുന്നവർ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പം അത് ലോങ് ടൈം ആയിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. കുറച്ച് വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. അതൊരു വീട് വെക്കുന്ന കാര്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് ഫാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾസൊക്കെ മാറി നിങ്ങളെടുത്ത ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് ഫലം ലഭിച്ച് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ മൂല്യം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആളായി കഴിഞ്ഞു എന്നൊരു തോന്നലൊക്കെ ഈ സമയം ഉണ്ടാകും. നിങ്ങൾ പാസ്റ്റിലെ ആ ഒരു പാറ്റേൺ എല്ലാം ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു പുതിയ ആളായി തീരുമാനമെടുക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അധികാരമൊക്കെ നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ ആയാലും ശരി, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും എല്ലാം നിങ്ങൾ വളരെ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അതെടുക്കുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ആക്ഷൻ എടുക്കാനും സാധിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്യും. വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയും. അതായത് നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാതിരിക്കും. അതായത് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇരിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതിപ്പോൾ ദേഷ്യമായാലും അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള അറ്റാച്ച്മെൻ്റ് ആയാലും അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് വയ്ക്കും. അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായി മാറുന്ന ഒരു സമയമാണ്. അതുപോലെ ഇനി നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിച്ചിരുന്ന ആൾക്കാർ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കും തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്കപ്പായി പോയവർക്കും മറ്റു പ്രശ്നങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്കും നല്ലൊരു സമയമാണ്. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടൊക്കെ ഈ സമയം നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് ഇതെല്ലാം ആഗ്രഹിക്കും. ആ ഒരു സപ്പോർട്ട് വേണമെന്നും നിങ്ങളുടെ ആ ഒരു സ്നേഹം വേണമെന്നും ഒക്കെ ആഗ്രഹിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളുടെ കൂടെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് താന്നു കൊടുക്കുക. അതല്ല, നമുക്കൊരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപോകുന്നതാണ് നല്ലത്. കാരണം എന്തെന്നാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് നിൽക്കാതിരിക്കുക. പക്ഷേ ഈ ഒരാളെ എനിക്ക് വേണം, എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ പൂർണ്ണമായും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം അത് നിങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. ഈ സമയം നിങ്ങൾ ഈഗോ കാണിക്കാതിരിക്കുക. നമ്മൾ മാക്സിമം ക്ഷമിക്കുന്ന സമയത്താണ് ദൈവം എല്ലാ കാര്യത്തിനും ഒരു വഴി നമുക്ക് നൽകുന്നത്. ചില ആൾക്കാരിലൂടെ നമ്മളെ ഒന്ന് നമ്മുടെ ക്ഷമയെ ഒന്ന് പരീക്ഷിക്കാം. അതായത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചാലും ചിലപ്പോൾ അവർ മനസ്സിലാക്കണം എന്നില്ല. എന്നാൽ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. തിരിച്ചും നിങ്ങളൊരു സപ്പോർട്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇതൊരു സോൾ കണക്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ആ ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പ്
നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അങ്ങനെയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ ചില വ്യക്തികളെ ഒന്ന് വേദനിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇമോഷണലി ഏതെങ്കിലും ആളുകളുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യണം എന്നാണ് കാണുന്നത്. ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ പറയുന്നതൊക്കെ നിങ്ങൾ അതേപടി വിശ്വസിക്കാതിരിക്കുക. ഈ ഒരു സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താവാം, അങ്ങനെ എവിടെയാണെങ്കിൽ പോലും മറ്റുള്ളവർ പറയുന്നത് അതേപടി നിങ്ങൾ ചെയ്യാതെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാവണം. എന്തെന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇത് ഞാനിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ നിങ്ങൾ സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്ത് കൊടുത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുമാത്രമല്ല, നിങ്ങൾ മറ്റാർക്കെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമയം കൃത്യമായിട്ട് നടത്തിക്കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കർക്കശമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അത് നിങ്ങൾ മനസ്സുകൊണ്ടാണ്, അല്ലാതെ അത് നിങ്ങൾ പുറത്ത് കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തി നിങ്ങൾ പക്ഷേ അത് വളരെ സീക്രട്ടായിട്ട് വയ്ക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയൊരു സ്ട്രാറ്റജി ആണ് നിങ്ങൾക്കുള്ളത്, ഒരു തന്ത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് അതൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. അതായത് പാസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും അതിൻ്റെ തെറ്റും ശരിയും അതിൻ്റെ യാഥാർത്ഥ്യവും ഒക്കെ നിങ്ങൾ കണ്ടെത്തി നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ സംസാരത്തിലായാൽ പോലും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിൽ, അങ്ങനെയൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു എനർജി ഈ സമയം ഉണ്ടെന്നും കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. മാത്രമല്ല, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇത്. വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസൊക്കെ മറികടക്കാനുള്ള ആ ഒരു ധൈര്യം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം സുഖമായിട്ടുറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ സമാധാനത്തിലും സന്തോഷത്തിലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നതാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിടന്നാൽ ഉറക്കം വരാതെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ വളരെ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട് എന്നൊരു തോന്നൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്.
നിങ്ങൾ സ്പിരിച്വലി എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത് ആയിത്തീരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഏഞ്ചൽസ് ഒരു സപ്പോർട്ടിന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കാം. അതുപോലെ ഇതിൽ യാത്ര പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു യാത്രയ്ക്ക് പറ്റുന്ന ഒരു സമയമാണ് ഇത്. ചില ആൾക്കാർ ഇവിടെ ഇതിലൊരു പ്രഗ്നൻസി ഒക്കെ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രഗ്നൻസി ഒക്കെ നിങ്ങളിവിടെ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഒരു വീട് വയ്ക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം സാക്ഷാത്കരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ജോലി കിട്ടുന്നതാവാം. അപ്പോൾ വേൾഡ് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു ഫുൾഫിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളെ മാക്സിമം വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യം, നിങ്ങളെ ഉപദ്രവിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്ന ആ ഒരു കാര്യം അത് മാക്സിമം നിങ്ങളെ ഉപദ്രവിച്ചിട്ട് വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. ഇത് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്നതായിരിക്കാം. ചില ആൾക്കാർക്കിത് നിങ്ങൾ തന്നെ എൻഡ് ആക്കാൻ ഇവിടെ തീരുമാനിക്കുന്നതാവാം. നിങ്ങൾ ചിലപ്പോൾ അതിൽ പെട്ട് കിടന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മളെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ തന്നെ മാറണം. നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ സമയം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.